വ്യഭിചരിക്കരുതേ എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുതേ. സ്ത്രീ വ്യഭിചരിച്ചാലും പുരുഷൻ വ്യഭിചരിച്ചാലും അത് തെറ്റാണ്, അത് വൻദോഷമാണ്. സ്ത്രീകളെ എടുത്തു പറയാനുള്ള റീസൺ എന്താണ്? സ്ത്രീകളെ പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ? ഒരു കുടുംബത്തിന്റെ കാവലാൾ, ഒരു കുടുംബത്തിന്റെ വിളക്കെന്ന് പറയുന്നത് നമ്മളെ സഹോദരിമാരാണ്, ആ വീട്ടിലെ ഉമ്മമാരാണ്, ഭാര്യമാരാണ്. അവർ വഴിപിഴച്ചു പോയാൽ ആ കുടുംബം തന്നെ നശിച്ചു പോവുകയാണ്, എത്രയോ തലമുറകൾ നശിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ എടുത്തു പറയാനുള്ള കാരണം. അല്ലാതെ പുരുഷന്മാർ വ്യഭിചരിച്ചാൽ നരകത്തിലല്ല എന്നല്ല, പുരുഷന്മാർ വ്യഭിചരിച്ചാലും സ്ത്രീകൾ വ്യഭിചരിച്ചാലും നരകത്തിലാണ്. അത് തെറ്റാണ്, അത് ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ കൂടുതൽ പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഔറത്ത് വെളിവാക്കി നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ മാറു മറക്കാതെ മുടി മറക്കാതെ നടക്കുന്നുണ്ട്. അങ്ങനെ വ്യഭിചാരത്തിലേക്ക് ഒരുപാട് പുരുഷന്മാരെ സ്ത്രീകൾ ആകർഷിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനാണ് ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ.